ഇൻഫർമേഷൻ നോർക്ക ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് ലഭിക്കുമ്പം 49 ഇന്ത്യക്കാരാണ് അതിൽ മരണമടഞ്ഞതായിട്ട് അറിവ് കിട്ടുന്നത്. അതിൽ ഏകദേശം 46 പേരെയും തിരിച്ചറിഞ്ഞു എന്നുമാണ് മനസ്സിലാക്കുന്നത്. 3 പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ് നോർക്കയുടെ കുവൈറ്റ് ഹെൽപ്പ് ഡെസ്ക് തരുന്ന വിവരം. നേരത്തെ 24 പേര് മലയാളികളാണെന്ന് ആണ് വിചാരിച്ചത്. അപ്പം അതിനകത്ത് 2 പേരുടെ ഐഡൻറ്റിറ്റി നമുക്കിപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അതോടൊപ്പം ഇപ്പോൾ അത് എന്നാ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ അത് ഒരാളും കൂടെ സംശയിക്കുന്നുണ്ട്. 25 പേരോളം മലയാളികളുണ്ടോ എന്ന്. എന്നിരുന്നാൽ പോലും അതിൽ ഈ 2 മലയാളികളുടെ 2 പേര് 25 അപ്പോൾ 23 പേര് മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 പേരെ ഇനിയും സ്ഥിരീകരണം വരണം. ഇതാണ് മരണസംഖ്യ സംബന്ധിച്ചിട്ടുള്ള 23. 2 പേരുടേത് ഒരു കൺഫർമേഷൻ വരണം. ഇപ്പോഴും 9 പേര് ഗുരുതരാവസ്ഥയിൽ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ അവസാനം ഉള്ള എനിക്ക് കിട്ടിയ വിവരം. 9 പേര് ഗുരുതരാവസ്ഥയിൽ ഉണ്ട്. മലയാളികൾ ഉണ്ടാകാം. അതിൽ നല്ലൊരു ശതമാനം മലയാളികളായിരിക്കാം. അതുപോലെ തന്നെ ഏകദേശം 40 പേരോളം വിവിധ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറേ പേരെ ഡിസ്ചാർജ് ചെയ്തു എന്നാണ് കിട്ടുന്ന വിവരം. 40 പേരോളം ഉണ്ടായിരുന്നു വിവിധ ആശുപത്രികളിൽ. അവരൊക്കെ ഡിസ്ചാർജ് ചെയ്താലും 9 പേരാണ് ഇപ്പം ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ ഹോസ്പിറ്റലുകളിൽ തുടരുന്നത്. ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്ത തിരിച്ചറിഞ്ഞ എല്ലാ വ്യക്തികളുടെയും ഭൗതിക ശരീരങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം, ഡെത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെയുള്ള അതിൻ്റെ ഡോക്യുമെൻ്ററി പാർട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എംബാമിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു വരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഉള്ള റിപ്പാട്രിയേഷൻ ഫ്ലൈറ്റ്, ബോഡി റിപ്പാട്രിയേറ്റ് ചെയ്യുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലായിരിക്കും. ചാർട്ടേഡ് ഫ്ലൈറ്റിലാണെന്ന് തന്നെ ആണ് അറിവ് കിട്ടുന്നത്. പക്ഷേ ഫ്ലൈറ്റ് ടൈമിങ്, ഡെസ്റ്റിനേഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ള കൺഫർമേഷൻ ഇന്ത്യൻ എംബസിയിൽ നിന്നും ഹെൽപ്പ് ഡെസ്കിൽ നിന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന അറിവനുസരിച്ച് കുവൈറ്റ് ഗവൺമെൻറ് തന്നെയാണ് ബോഡി റിപ്പാട്രിയേഷന് നേതൃത്വം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കുവൈറ്റ് എയർവൈസിൻ്റെ ഫ്ലൈറ്റ് തന്നെ ആയിരിക്കാം. കുവൈറ്റ് എയർവൈസിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആയിരിക്കാം. പക്ഷേ ഇന്ത്യയിലെ ഏത് എയർപോർട്ടിലേക്കാണ് വരുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ളതും ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂളും ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്ന സമയത്ത് അത് അറിയിക്കുന്നതാണ്. ഇതാണ് ഇത് ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ടുള്ള കുവൈറ്റിലെ നോർക്ക ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്നും എംബസിയുടെ ചാനലുകളിൽ നിന്നുമൊക്കെ നോർക്ക ലഭിക്കുന്ന വിവരങ്ങൾ. കേരളത്തിലേക്കാണെങ്കിൽ അത് കൊച്ചിയിലേക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അത് സംബന്ധിച്ച് കേരളത്തിലാണ് വരുന്നെങ്കിൽ അത് അവർക്ക് ആംബുലൻസ് സൗകര്യം, നോർക്കയുടെ സൗജന്യ ആംബുലൻസ് സൗകര്യം ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരേ സമയം തന്നെ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ആംബുലൻസ് ഫ്ലീറ്റുകൾ, നോർക്കയുടെ ആംബുലൻസ് ഫ്ലീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പക്ഷേ അത് ഡെസ്റ്റിനേഷൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ എത്തുകയാണെങ്കിൽ അത്
അത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഈ പോസ്റ്റ്മോർട്ടവും എംബാമിംഗ് പിന്നെ ഈ പേപ്പർ വർക്കുകൾ പൂർത്തീകരിച്ച പിന്നാലെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. നമുക്കറിയില്ല, അറിയില്ല ഇന്ന് രാത്രിയിൽ ഫ്ലൈറ്റ് വരുമോ എന്നുള്ള കാര്യങ്ങളും അറിയില്ല. അതും ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല. ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തതാണ്. ഇപ്പം ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഉള്ള ബോഡി റീപാട്രിയേഷൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂൾ വരുമ്പോഴേ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് എത്ര പേരുടെ ഭൗതിക ശരീരം വരുന്നുണ്ട്, അവരുടെ ലിസ്റ്റും ഒക്കെ നമുക്കൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് കാര്യങ്ങളൊന്നും ഇപ്പോഴും ഈ 23 പേരുടെ അല്ലെങ്കിൽ 22 പേരുടെ കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എംബസിയിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ എംബസിയുമായിട്ട് കോൺടാക്ട് അത് ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് എംബസിയിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ചെയ്തത്. പക്ഷേ ഇതുവരെ നമുക്കത് ഇതിൻ്റെ ലിസ്റ്റ് നമുക്കിതുവരെ എംബസിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവരെല്ലാവരും അതിൻ്റെ തിരക്കിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരിച്ചവരെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് എനിക്കല്ല. 49 ഇന്ത്യക്കാരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. മറ്റ് നാഷണാലിറ്റീസും അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു മറ്റ് ഈജിപ്ഷ്യൻസ് ഉണ്ടായിരുന്നു, നേപ്പാളീസ് ഉണ്ട്, ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു. ഇത്തരം പേര് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. നേരത്തെ ഒരു മണിക്കൂർ മുമ്പ് എയർഫോഴ്സ് വിമാനം ഉണ്ട്. അല്ല, അത് സംബന്ധിച്ച് അതാ പറഞ്ഞത്. ഇത് കുവൈറ്റ് ഗവൺമെന്റിന്റെ ആണോ അത് അയക്കുന്നത്, അതോ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പെഷ്യൽ ഇവാക്യുവേഷൻ ഫ്ലൈറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ കുവൈറ്റ് ഗവൺമെന്റ് അതിനകത്ത് ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നു, കുവൈറ്റ് ഗവൺമെന്റ് തന്നെ അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ള ഒരു വിവരവും കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. എന്താണെങ്കിലും വി ആർ ഇൻ ടച്ച് വിത്ത് ദ എംബസി ആൻഡ് ഓൾസോ അവർ 49 പേരാണ് മരിച്ചത്. ഈ 49 പേരും ഇന്ത്യക്കാരാണ് എന്നതാണ് ഇപ്പോൾ നോർക്ക CEO അറിയിച്ചിട്ടുള്ളത്. 46 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 23 മലയാളികൾ മരണമടഞ്ഞു. ഇതിൽ ഈ തിരിച്ചറിയാനുള്ളതിൽ 2 പേർ ഇനി മലയാളികൾ ആണ് എന്നത് കൂടി അജിത് കോളേരി അറിയിക്കുന്നു.